ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിലെ ദുരന്ത മേഖലയിൽ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി മോശം കാലാവസ്ഥ. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷിക്കാനായി ശ്രമം തുടരുകയാണ്. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ഒപ്പം ചേരുന്നു. നന്ദഗോപൻ, യാത്ര എപ്പോഴാണ് മുടങ്ങിയ യാത്ര എപ്പോഴാണ് വീണ്ടും തുടങ്ങിയത്? എന്താണ് ഉത്തരാഖണ്ഡിൽ നിന്നുള്ള വിവരങ്ങൾ? ഇപ്പോൾ അല്പം മഴ മാറി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിൽ. ഇപ്പോൾ ഒരു തെളിഞ്ഞ ഒരു കാലാവസ്ഥ എന്ന് വേണം വിശേഷിപ്പിക്കാൻ. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. അതേസമയം തന്നെ അല്പസമയത്തിനകം തന്നെ കാലാവസ്ഥ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് നീങ്ങിയാൽ ഡെറാഡൂണിൽ നിന്നും ഹെലികോപ്റ്ററിൽ ഇന്ത്യൻ എയർഫോഴ്സിന്റെ പ്രത്യേക ദൗത്യ സംഘം ഇവിടേക്ക് എത്തുന്നതാണ്. ഈ സംഘമാകും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുക. ഈ സംഘത്തിൽ ഇന്ത്യൻ മെഡിക്കൽ കോറിന്റെ പ്രത്യേക ടീമുകളും ഇതിൽ ഉൾപ്പെടുന്നു. ഇവർക്ക് കാലാവസ്ഥ അനുകൂലമായി ഈ ഹെലികോപ്റ്ററിന് ലാൻഡിംഗ് അനുമതി നിഷേധിച്ചാൽ ഈ രക്ഷാപ്രവർത്തനം കൂടുതൽ ദുസ്സഹമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകും. എന്നാൽ നിലവിൽ സ്ഥിതിഗതികൾ അല്പം മെച്ചപ്പെട്ടു വരുന്നു. ഇതനുസരിച്ച് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. അതേസമയം തന്നെ ഇതുവരെയായിട്ടും വൈദ്യുതി പുനഃസ്ഥാപിക്കുവാനോ അല്ലെങ്കിൽ മറ്റ് ഈ ടെലിഫോൺ കണക്ഷനുമായി ബന്ധപ്പെട്ട നെറ്റ്വർക്ക് പുനഃസ്ഥാപിക്കുവാനോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുടെ നേതൃത്വത്തിൽ കൃത്യമായ ഏകോപനം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനോടകം തന്നെ പുഷ്കർ സിംഗ് ധാമിയുമായി കാര്യങ്ങൾ ചർച്ച ചെയ്ത് വിശകലനം ചെയ്തു. സാധ്യമായ എല്ലാ നടപടികളും ചെയ്യാനാണ് പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമായതിനാൽ തന്നെ രക്ഷാപ്രവർത്തനം ഊർജിതമാകുമെന്ന് വേണം പ്രതീക്ഷിക്കേണ്ടത്. ശരി, നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.